ഹലോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം, ഞാൻ കുറച്ച് ഡേയ്സ് കൂടിയിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ എന്താണേലും ഇതെന്ന് പറയുന്നത് നമ്മുടെ സൺഡേ മോർണിംഗ്, ഏർലി മോർണിംഗ് ആണ്. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്നായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏർലി മോർണിംഗ്, അതായത് അതിരാവിലെ ഞായറാഴ്ചയായിട്ടും വെളുപ്പിനെ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്ക സാധാരണ എല്ലാ സൺഡേസിലും ഡെസേർട്ട് ഡ്രൈവ് പോകുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അത് ഒരു 4:35 കൂടി വെളുപ്പിനെ 4:35 ഇക്ക ഡെസേർട്ട് ഡ്രൈവിന് പോകുന്നത്. അപ്പോൾ ഇക്ക എഴുന്നേറ്റ് പോയി. അപ്പോൾ പോയതിന് ശേഷം എനിക്കും എന്തോ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, മക്കൾ രണ്ട് നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, മക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇടാനുള്ള ഡ്രസ്സ്, അപ്പോൾ ഓണം സ്പെഷ്യൽ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. മൂത്ത ആളെന്ന് പറയുന്നത് സാറ, അവൾക്ക് 4.5 വയസ്സ്. അപ്പോൾ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് സൈറ, മോൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ 2 മക്കൾക്കും ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഡ്രസ്സും അതുപോലെ തന്നെ ഐറ്റംസും, ആക്സസറീസ്, ബാംഗിൾസ്, മാല, ഹെയർ ബോസ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ എന്ത് ചെയ്തു, തേച്ച് റെഡിയാക്കി ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം മക്കൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് പരിപാടീസ് ഒന്നും നടക്കുകയില്ല. അപ്പം സാറാടെ എന്ന് പറയുന്ന ഒരു ലെഹങ്കയാണ്, കംപ്ലീറ്റ് വർക്കും സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി ലെഹങ്കയാണ്. സൈറൂൻ്റെ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് വർക്കും ഒക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പും പട്ടുപാവാടയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ഒരു പീസ് കേക്കാണ്. അപ്പോൾ സൈറൂന് വേണ്ടിയിട്ട് മാത്രം പാലും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവളുടെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കറക്റ്റായിട്ടുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ 3 പേരും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു കേക്കും അതുപോലെ തന്നെ ഒരു ടീയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഒരു സദ്യ കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തു. റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ സദ്യ വിളിച്ച് ബുക്ക് ചെയ്തത്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 പേർക്ക് വേണ്ടി മാത്രം എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സദ്യ എന്ന് പറയുന്നത് ഉണ്ടാക്കൽ ഭയങ്കര മെനക്കേടാണല്ലോ. കുട്ടികൾ എഴുന്നേറ്റ് കേട്ടോ. ഇത് സമയം എന്ന് പറയുന്നത് ഒരു 10, 10:30, 11 മണിയായി. അപ്പം കുറേ നേരങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ എണീറ്റ് അവരെ 2 പേരെയും ഞാൻ കുളിപ്പിച്ച് ഒരുക്കി അവരുടെ 2 പേരുടെയും ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ ഇടിപ്പിച്ചു. സൈറു എന്ന് പറയുന്നത്, സൈറുവിന് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 2 മക്കൾക്കും ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര ചിരിച്ച് ഹാപ്പി ആയിട്ട് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പിയായി, സൂപ്പർ എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 2 പേരെയും എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് വളയും മാലയും അതുപോലെ തന്നെ കമ്മലും ഒക്കെ ഇടിപ്പിച്ച് 2 പേരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി വിശേഷത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഓണമാണ്. ഓണം ആയതുകൊണ്ട് തന്നെ ഒരു സദ്യ കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, സദ്യ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചേയില്ല. കാര്യം എന്ന് വെച്ചാൽ വെറും 2 പേർക്ക് കഴിക്കേണ്ടത് കൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു സദ്യ ഉണ്ടാക്കൽ എന്ന് പറയുന്നത് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഉണ്ടാക്കുന്ന പോലെ അല്ല. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെയും വെച്ചിട്ടും പിന്നെ അതുമല്ല ആ ഒരു എഫേർട്ട് എടുക്കാൻ ഈ 2 പേർക്ക് വേണ്ടി മാത്രം അത്രയും എഫേർട്ട് ഇടാനുള്ളത് ഇല്ല താനും. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഞങ്ങൾ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു 2 സദ്യ ഞങ്ങൾ ബുക്ക് ചെയ്തു. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് വിഭവസമൃദ്ധമായിട്ടൊരു 29-30 ഐറ്റംസ് ഉള്ള അടിപൊളി ഒരു സദ്യയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വളരെ ലൈറ്റായിട്ട് കഴിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെവി ആയിട്ട് സദ്യ കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലൈറ്റായിട്ട് കഴിച്ച് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള വിശപ്പ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വയറിങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ സാറായും ഭയങ്കര ഹാപ്പിയാണ് സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഏകദേശം കുട്ടികളൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഇക്ക വന്ന് ഒന്ന് റെഡി ആയതിന് ശേഷം ഞങ്ങൾ പോകുന്നു. ഞങ്ങൾക്ക് വലിയ താമസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ റെഡിയായി. അപ്പോൾ സൈറായും കളിയും ചിരിയും ഈ ഡ്രസ്സിലൊക്കെ ഇരുത്തിയപ്പോഴത്തേനും അവർ ഭയങ്കര ഹാപ്പിയായി. കാരണം സൈറു എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത് ഒരു ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈറും ഭയങ്കര ഹാപ്പിയാണ്.
ഹാപ്പിയാണ്. ഈ ഡ്രസ്സും അവളെ ഒരുക്കിയപ്പോൾ നോർമലി ഒരു വീക്കെൻഡിൽ പുറത്ത് പോകുമ്പോൾ തന്നെ ഒരു നോർമൽ ഡ്രസ്സ് ഇട്ട് ഒരുക്കുമ്പോൾ തന്നെ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇതുപോലെയുള്ള പട്ടുപാവാടയും ടോപ്പും ഒക്കെ ഇടിപ്പിച്ചപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മളപ്പോൾ സദ്യ റെസ്റ്റോറൻറ്റിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സദ്യ എന്ന് പറയുമ്പോഴത്തേനും എല്ലാ ഐറ്റംസും കൂട്ടിയിട്ട് കഴിക്കാനായിട്ടാണ്. സദ്യ കഴിക്കുകയാണെങ്കിൽ എല്ലാ ഐറ്റംസും കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. ഒരു സാമ്പാറോ അവിയലോ പച്ചടി കിച്ചടി തോരൻ അങ്ങനെയുള്ള ഒരു ലൈറ്റ് സദ്യ എന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ എന്നും നമ്മൾ വീക്കെൻഡ്സിൽ അങ്ങനെയുള്ള ചോറും കറികളൊക്കെ വെക്കാറുള്ളതാണ്. അപ്പം സദ്യ അതിൻ്റെ തനതായ രീതിയിൽ എല്ലാ ഐറ്റംസോടും കൂടിയിട്ട് വിഭവസമൃദ്ധമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്തതും അതുപോലെ തന്നെ വീട്ടിൽ കുക്ക് ചെയ്യാതിരുന്നതും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ മക്കൾ രണ്ടുപേരും ഭയങ്കര കളിയും കാര്യങ്ങളും ഒക്കെയാണ്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സാറായ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോയതാണ്. സാറ ഒട്ടും സമ്മതിക്കുന്നില്ല. എനിക്ക് സദ്യ മതി എന്നും പറഞ്ഞാൽ ലഞ്ചിന് എനിക്ക് സദ്യ മതി എന്നുള്ള രീതിയിൽ സാറ സദ്യ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ പോകാനൊക്കെ ടൈമായി വരുന്നു. അപ്പോൾ ആദ്യം കുട്ടികളെ ഒരുക്കി അതിന് ശേഷം ഞാൻ റെഡിയാകുമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ സാറായ്ക്ക് നെക്സ്റ്റ് ഡേ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവളുടെ പുതിയ ഓണക്കോടി എന്ന് പറയുന്നത് നമ്മൾ സദ്യ കഴിക്കാൻ പോകുമ്പോൾ അവളെ ഇടിയിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പട്ടുപാവാടയുടെ കളർ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അവൾ കഴിക്കുമ്പോഴത്തേനും ഡ്രസ്സിലൊക്കെ പറ്റിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവളുടെ പുതിയ ഓണക്കോടി ഇടിയിപ്പിച്ചില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് അവളുടെ വേറെ ഒരു ലെഹങ്കയാണ്. അപ്പോൾ സൈറു ഇട്ടിരിക്കുന്നത് സാറയുടെ പഴയ പട്ടുപാവാടയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇടിച്ച് നോക്കിയപ്പോഴത്തേനും അതിന്ന് കറക്റ്റായി. സൈറുവിൻ്റെ കറക്റ്റായി. സൈറുവിന് ഇപ്പം കുറച്ച് ഹൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ ഡിഫറൻസ് വന്നതുകൊണ്ട് തന്നെ സാറയുടെ അത്യാവശ്യം ആ സൈസുള്ള പട്ടുപാവാട സൈറുവിന് കറക്റ്റായി. അപ്പോൾ ഇതാ ഞാൻ റൂമിൽ പോയിട്ട് മക്കളെ 1-2 ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മക്കളെ ഒന്ന് ഇരുത്തിയതാണ്. പട്ടുപാവാടയൊക്കെ ഇടിപ്പിച്ച് പുതിയ നല്ല ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് മക്കളെ ഒന്ന് ഇരുത്തുകയാണ്. ഇതിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറ ഇതാ പോസ് ചെയ്ത് നിൽക്കുകയാണ്. അവൾ പറഞ്ഞാൽ എങ്ങനെ വേണേൽ ഇപ്പോൾ ഇരുന്നോളും. സാറയുടെ കണ്ട് സൈറുവും ഒന്ന് ഫോട്ടോയ്ക്ക് ഇരിക്കാവോടാന്ന് ചോദിച്ചാൽ സൈറുവും ഇരുന്നോളും. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഇതെന്ന് പറയുന്നത് രാവിലെ എന്ന് പറയുന്നത് ഒരു 10:30-11 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ വിശേഷങ്ങൾ, നമ്മൾ പുറത്തേക്ക് സദ്യ കഴിക്കാൻ പോകുന്ന വിശേഷങ്ങൾ. അപ്പോൾ ഇക്ക വന്നു, റെഡിയായി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ നമ്മൾ സദ്യ ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള കടവത്തൂർ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അവിടെ അടിപൊളി ഓണസദ്യ പാക്കേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ദൂരോട്ടൊന്നും പോയില്ല. അപ്പോൾ തൊട്ട് മുറ്റത്ത് തന്നെ ഉള്ളപ്പോഴത്തേനും നമ്മൾക്ക് ദൂരെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കടവത്തൂർ റെസ്റ്റോറൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ വലിയ യാത്ര ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ്സ് വണ്ടിയിലിരിക്കുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് എത്തും. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഇപ്പം തന്നെ എത്തും. അതിനുശേഷം വണ്ടിയിലൊക്കെ കയറി റെസ്റ്റോറൻറ്റ് എത്തും. പിന്നെ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ബുക്ക് ചെയ്തെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ ക്യൂവിൽ നിന്നതിന് ശേഷം നമ്മൾ സദ്യയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് എനിക്ക് ഷെയർ ചെയ്യാനുള്ള എന്നാന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അവർ വലിയ ഹാപ്പി ആയിട്ട് ഒരുങ്ങി ഇറങ്ങി. സദ്യയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് ഒരു കോള് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സദ്യ കഴിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി നിൽക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഓണം ആഘോഷം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സദ്യ കഴിച്ചില്ല. നമ്മൾ സദ്യയ്ക്ക് വേണ്ടി കുറച്ച് നേരം ക്യൂവിലും വെയിറ്റിങ്ങിലൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് നമ്മൾക്ക് കോൾ വന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് സദ്യ ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് നമ്മൾ പോവുമായിരുന്നു. അപ്പോൾ നമ്മൾ കടവത്തൂരെത്തി അവിടെ ഇറങ്ങി. അവിടെ കുറേ നേരം ക്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് അവിടുത്തെ ഉള്ളിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണിത്. എല്ലാം നമുക്ക് എന്താ പറയുക, ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരുവോണ ദിവസം ഞായറാഴ്ച ഒരു 11:30-12 ഒരു ടൈമൊക്കെയാണ്. അപ്പോൾ ആ ഒരു ടൈമിലെന്ന് പറയുന്നത്, അപ്പം ഞാൻ നമ്മുടെ വിശേഷത്തിലേക്ക്
തിരിച്ചു വരാം. അപ്പോൾ നമ്മളെന്ന് പറയുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോസിൽ, നമ്മുടെ വ്ളോഗുകളിലൊക്കെ ഞാൻ നമ്മുടെ എന്താ പറയുക, സന്തോഷം, ഹാപ്പിനെസ്, അതുപോലെ തന്നെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. അപ്പം നമ്മുടെ കൊച്ചു വിഷമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തികച്ചും പേഴ്സണലായിട്ട് തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. നമ്മൾ തിരിച്ച് സദ്യ ക്യാൻസലാക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഈ ഗ്രീൻ ഷർട്ട് ഇട്ടിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി മാം ഉണ്ടല്ലോ,